നമസ്കാരം. പശ്ചിമേഷ്യ വീണ്ടും ഒരു വഴിത്തിരിവിൽ നിൽക്കുകയാണ്. യുദ്ധത്തിന്റെ കനൽ ചൂടിൽ കത്തിയിരുന്ന ഭൂമിയിൽ അപ്രതീക്ഷിതമായ ഒരു തണുത്ത കാറ്റ് വീശിയെത്തിയ പോലെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള വെടിനിർത്തൽ ധാരണ. ആ പ്രഖ്യാപനത്തിന് പിന്നാലെ ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ തിരിഞ്ഞത് ഒരു പേരിലേക്കാണ്: ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേൽ പ്രധാനമന്ത്രി ഈ വെടിനിർത്തലിനെ സ്വാഗതം ചെയ്തുവെങ്കിലും അതിനൊപ്പം പറഞ്ഞ ഒരു വാചകം പുതിയ ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. ലെബനൻ ഈ വെടിനിർത്തലിന്റെ ഭാഗമല്ല. ഈ വാചകത്തിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്നത് വലിയൊരു രാഷ്ട്രീയവും സൈനികവുമായ മുന്നറിയിപ്പാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള വെടിനിർത്തൽ ധാരണയ്ക്ക് പിന്തുണ അറിയിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നാൽ രണ്ടാഴ്ചത്തെ വെടിനിർത്തലിൽ ലെബനാൻ ഉൾപ്പെടില്ല എന്നാണ് അറിയിച്ചത്. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷമുള്ള ഇസ്രായേലിന്റെ ആദ്യ ഔദ്യോഗിക പ്രതികരണത്തിലാണ് നെതന്യാഹുവിന്റെ ഓഫീസ് നിലപാട് വ്യക്തമാക്കിയത്. ഇറാൻ ഹോർമോസ് തുറന്നു തരുകയും US ഇസ്രായേൽ മേഖലയിലെ മറ്റ് രാജ്യങ്ങൾ എന്നിവയ്ക്കെതിരെയുള്ള എല്ലാ ആക്രമണങ്ങളും അവസാനിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ രണ്ടാഴ്ചത്തേക്ക് ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ നിർത്തിവെക്കാനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ തീരുമാനത്തെ ഇസ്രായേൽ പിന്തുണയ്ക്കും. ഇങ്ങനെയാണ് നെതന്യാഹുവിന്റെ ഓഫീസ് പ്രസ്താവനയിൽ അറിയിച്ചത്. ഇറാൻ ഭീകര ഭീഷണി ഉയർത്താതിരിക്കാൻ US നടത്തുന്ന ശ്രമങ്ങളെ ഇസ്രായേലും പിന്തുണയ്ക്കുന്നു. ചർച്ചകളിലൂടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നാണ് US-നെ അറിയിച്ചിട്ടുണ്ടെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഇറാൻ ഇനി അമേരിക്കയ്ക്കും ഇസ്രയേലിനും അറബ് രാജ്യങ്ങൾക്കും ലോകത്തിനും ആണവ മിസൈൽ ഭീകര ഭീഷണി ഉയർത്താതിരിക്കാൻ US നടത്തുന്ന ശ്രമങ്ങളെ ഇസ്രയേലും പിന്തുണയ്ക്കുന്നു. രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ ലെബനാൻ ഉൾക്കൊള്ളുന്നില്ല. നെതന്യാഹുവിന്റെ ഓഫീസ് ഇങ്ങനെയാണ് അറിയിപ്പ് കൊടുത്തത്. ഇറാൻ US വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ വാദങ്ങളെ തള്ളുന്ന നിലപാടാണ് നെതന്യാഹു സ്വീകരിച്ചിരിക്കുന്നത്. ലെബനനിലടക്കം വെടിനിർത്തൽ കരാർ ഉടനടി പ്രാബല്യത്തിൽ എത്തിയിട്ടുണ്ടെന്നാണ് ഷഹബാസ് ഷെരീഫ് അറിയിച്ചിരുന്നത്. അതേസമയം ഇറാൻ US-ന് മുന്നിൽ വെച്ച ഉപാധികളിൽ ലെബനനിലെ ആക്രമണവും അവസാനിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ ഇതുവരെ 1530 പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ താൽക്കാലിക സമാധാനം യുദ്ധം അവസാനിക്കുന്നതിന്റെ സൂചനയാണോ അതോ മറ്റൊരു വലിയ സംഘർഷത്തിനുള്ള ഇടവേളയോ? കാരണം ലെബനാനെ ഒഴിവാക്കുന്ന തീരുമാനത്തിൽ നേരിട്ട് ബാധിക്കുന്നത് ഹിസ്ബുള്ള എന്ന ശക്തിയെയാണ്. ഇറാന്റെ പ്രധാന സഖ്യകക്ഷിയായ ഈ സംഘടനയ്ക്കെതിരെ ഇസ്രയേൽ തുടർച്ചയായി സൈനിക നീക്കങ്ങൾ നടത്തിവരുന്ന സാഹചര്യത്തിൽ വെടിനിർത്തലിൽ നിന്ന് ലെബനാനെ പുറത്താക്കുന്നത് യാദൃച്ഛികമല്ല. ഇതൊരു വ്യക്തമായ സന്ദേശമാണ്. ഇറാനുമായുള്ള താൽക്കാലിക സമാധാനം സാധ്യമെങ്കിലും അതിന്റെ പ്രോക്സികളോട് യുദ്ധം തുടരും. ഇസ്രയേലിന്റെ ഈ നിലപാട് മറ്റൊരു വലിയ ആശങ്കയ്ക്ക് വഴി തുറക്കുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധം ഒരു രാജ്യത്തിനും മറ്റൊന്നിനും ഇടയിൽ മാത്രമല്ല, അതൊരു നെറ്റ്വർക്കായുള്ള സംഘർഷമാണ്. ഇറാൻ നേരിട്ട് യുദ്ധം നിർത്തിയാലും ഹിസ്ബുള്ള പോലുള്ള സഖ്യ സംഘടനകൾ വഴിയുള്ള പോരാട്ടം തുടർന്നാൽ സമാധാനം എന്നത് വെറുമൊരു പ്രതീക്ഷ മാത്രമായി മാറും. ഇതിനൊപ്പം നെതന്യാഹുവിന്റെ ആഭ്യന്തര രാഷ്ട്രീയവും ഈ നിലപാടിന് പിന്നിലുണ്ട് എന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശക്തമായ സുരക്ഷാ നിലപാട് കൈക്കൊള്ളുന്ന നേതാവെന്ന ഇമേജ് നിലനിർത്താൻ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോകുന്നുവോ, അല്ലെങ്കിൽ ഇത് കൃത്യമായ സൈനിക തന്ത്രമാണോ? പ്രധാന ശത്രുവിനെ നേരിട്ട് ഒഴിവാക്കി അതിന്റെ ദൗർബല്യങ്ങളിലേക്ക് ആക്രമണം നീക്കാനുള്ള ബുദ്ധിപൂർവമായ നീക്കമാണോ ഇത്? ഇന്നത്തെ ഈ വെടിനിർത്തൽ പ്രഖ്യാപനം നാളത്തെ സമാധാനത്തിന്റെ തുടക്കമാകും, അതോ പുതിയ സംഘർഷങ്ങളുടെ പ്രാരംഭമാകും? ഒരു വശത്ത് ഡിപ്ലോമസിയുടെ ഭാഷ, മറുവശത്ത് യുദ്ധത്തിന്റെ ശബ്ദം. ഇതിനിടയിൽ ലോകം കാത്തിരിക്കുന്നത് ഒരേ ഒരു കാര്യത്തിനാണ്: ഈ താൽക്കാലിക സമാധാനം എത്രത്തോളം യാഥാർത്ഥ്യമാണ്? പശ്ചിമേഷ്യയിലെ ഈ പുതിയ അധ്യായം സമാധാനത്തിന്റെ കഥയാകുമോ, അല്ലെങ്കിൽ കൂടുതൽ സങ്കീർണമായ ഒരു യുദ്ധത്തിന്റെ തിരക്കഥയാകുമോ? അതാണ് ഇനി കാണേണ്ടത്.